ഇതും ചൂടാണ് ഞാൻ. എന്ത് പറ്റി? സാറേ ഈ കാൽക്കുലേഷൻ ഒന്നും ചെയ്തിട്ട് അങ്ങോട്ട് സ്പീഡാകുന്നില്ല. ഇപ്പൊ എന്റെ ചായയും ചൂടാണ്. ഓ, അപ്പൊ കാൽക്കുലേഷൻ സ്പീഡാണ് പ്രശ്നം. അതെ. SSC, റെയിൽവേ, ബാങ്ക് പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസിന് പൊതുവെ കണ്ടുവന്നിട്ടുള്ള ഒരു കൺസേൺ ആണ് കാൽക്കുലേഷൻ സ്പീഡ് ഇമ്പ്രൂവ് ആവുന്നില്ല എന്നുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, മാത്സ് ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ടെന്നുള്ളത്. സോ ആ ഒരു കൺസേൺ നമ്മൾ നോട്ടീസ് ചെയ്തുകൊണ്ട് കാൽക്കുലേഷൻ സ്പീഡ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്നുള്ള കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ മൈൻഡിൽ മാക്സിമം കാൽക്കുലേഷൻസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പോൾ അഡീഷൻ ആണെങ്കിലും സബ്ട്രാക്ഷൻ ആണെങ്കിലും ഡിവിഷൻ ആണെങ്കിലും മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും നമ്മൾ മൈൻഡ് കാൽക്കുലേഷൻ കൂട്ടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നമുക്കറിയാം, നമ്മൾ പെന്നും പേപ്പറും എടുത്ത് ചെയ്യാൻ നിന്നാൽ അത് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായി മാറും. സോ നമ്മൾ മൈൻഡ് കാൽക്കുലേഷൻ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പല ആവശ്യങ്ങൾക്കായിട്ടും പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ റോഡിൽ ഒരുപാട് വണ്ടികൾ കാണാറുണ്ട്. ഈ വണ്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറ് പൊതുവെ നമ്മൾ ആ വണ്ടിയുടെ മോഡൽ ഏതാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടിട്ടാണ് നമ്മൾ വണ്ടികൾ പൊതുവെ ശ്രദ്ധിക്കാറുള്ളത്. ഇനി മുതൽ ഒരു വണ്ടി കാണുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആ വണ്ടിയുടെ നമ്പേഴ്സ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഒരു വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് 5418 ആണെങ്കിൽ നമ്മൾ ആദ്യം ആ നമ്പേഴ്സ് ഫോക്കസ് ചെയ്യണം. അതിനുശേഷം ആ നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം. എല്ലാ പ്രോസസ്സും നമ്മൾ മൈൻഡിലാണ് ചെയ്യേണ്ടത്. അതേ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, ഡിവൈഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഇത് കാൽക്കുലേഷൻ സ്പീഡിൽ വളരെ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ചില വണ്ടികൾക്കൊക്കെ ഫാൻസി നമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ 9797 എന്നുള്ള നമ്പർ. ഇതിലെ 9ഉം 7ഉം 2 തവണ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം 9797 എന്ന് പറയുന്ന നമ്പർ 97 × 101, അതായത് 101 മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതായിരിക്കും. അതായത് ഈ 9797 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 97 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 101 കൊണ്ടും കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 101 എന്ന് പറയുന്നത് ലീസ്റ്റ് 3 ഡിജിറ്റ് പ്രൈം നമ്പർ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ഇങ്ങനെ നമ്പേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്താൽ തന്നെ നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡിൽ വളരെ വലിയൊരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക ഇങ്ങനെയുള്ള ഒരു ഷീറ്റ് ഓഫ് പേപ്പറിലായിരിക്കും. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഡയമെൻഷൻസ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. നമ്മൾ ആദ്യം ഇതിൻ്റെ ബ്രെഡ്ത്ത് വൈസ് ഒന്ന് ഫോൾഡ് ചെയ്യുക, ഹാഫ് ആക്കുക. അപ്പോൾ ഇങ്ങനെ ലെങ്ത് ആയിട്ടുള്ള ഒരു പോർഷൻ നമുക്ക് കിട്ടും. ഈ പോർഷനെ നമ്മൾ വീണ്ടും ഹാഫ് ആക്കുക. പിന്നെ ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പോർഷനിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുതുന്ന സ്റ്റെപ്സും അതേപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസൊക്കെ വളരെ കുറവായിരിക്കും. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡും ക്വസ്റ്റ്യൻസിൻ്റെ സ്റ്റെപ്സ് മിനിമൈസ് ചെയ്യുന്നതിനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? ഇനി നമുക്ക് ചായ ഒക്കെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ കണക്ക് ചെയ്ത് തീർക്കാം.